ഓ കരിമീൻ കുറവുണ്ട്. സ്ലോപ്പി ഏറ്റവും കൂടുതൽ ഒരു കരിമീൻ കിടക്കുന്നു. അതിലുണ്ടല്ലേ? നമ്മുടെ ലോറൻസ് ചേട്ടനാണ് നമ്മുടെ ഈ ഓട്ടോയിൽ കൊണ്ടുവന്ന സ്ലോപ്പിയും കരിമീനുമേ ലേലത്തിൽ കൊടുത്തത്. ചേട്ടാ അത് എത്ര മീൻ വെച്ചാണ് ലേലത്തിൽ കൊടുത്തത്? 10 മീൻ. എത്ര റേറ്റ് ഒക്കെ എങ്ങനെ പോയാ? 1100 200 പോയി. അതിപ്പോ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് അവര് പറഞ്ഞാ? ഇവര് നേരത്തെ 2-3 ദിവസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടനാണ് ലേലം ചെയ്തത്? ഞാനുണ്ട്, ഞാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കും കേട്ടോ. അപ്പൊ ചേട്ടൻ കറിക്ക് എന്തെങ്കിലും എടുത്തതെന്ന്? കറിക്ക് മീൻ എടുത്ത്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. നിങ്ങൾ കരിമീൻ എടുക്കാത്തത്? കരിമീൻ തന്നെ എടുത്തത്. ഓ, 2 കരിമീൻ തന്നെ എടുത്തത്. ഇന്ന് ഫ്രൈ? ഇന്ന് ഫ്രൈ ഇല്ല, പൊള്ളിച്ച് കഴിക്കണം. വാഴ ഇലയിൽ വെച്ച് തവ ചെയ്ത് കഴിക്കണം. തവ ചെയ്ത് കഴിക്കണം. ഫെബ്രുവരി 20 നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനുകളൊക്കെ വളരെ കുറവായിരുന്നേ. കുട്ടിച്ചൂരകൾ മാത്രമാണ് കൂടുതലുണ്ടായിരുന്നത്. മറ്റു മീനുകളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ കോവളം, ട്രിവാൻഡ്രം ജില്ലയിലെ കോവളം പനത്തുറ എന്നുള്ള സ്ഥലത്ത് 2-3 ആൾക്കാർ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇവരുടെ ഈ കായലിൽ വല വെച്ച് പിടിച്ച സ്ലോപ്പിയ മീനൊക്കെ കൊണ്ടുവന്നു കേട്ടോ. സാധാരണ സ്ലോപ്പിയ മീനൊക്കെ നമ്മളൊരു മീഡിയം സൈസേ കണ്ടിട്ടുള്ളൂ. ഇത് നല്ല സൈസുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെറുതുപോലെ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ കരിമീനും ഉണ്ട് കേട്ടോ. കരിമീനിനൊക്കെ നല്ല ഡിമാൻഡാണ്. എന്നാൽ അവർ കൊണ്ടുവന്ന് 3-4 കരിമീൻ ഉണ്ടായിരുന്നു. അതിൽ 2 മീനുകൾ മാത്രമാണ് കുറച്ച് സൈസ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം തീരെ ചെറുതായിരുന്നു. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞ ലോറൻസ് എന്നുള്ള ചേട്ടനാണ് ഇവരുടെ മീനൊക്കെ ലേലത്തിൽ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി 10 മീൻ, വലിയ സൈസ് അനുസരിച്ച് 10 മീൻ, 15 മീൻ അങ്ങനെയൊക്കെ അവിടെ ലേലത്തിൽ കൊടുത്ത് അതിൻ്റെ റേറ്റാണ് പുള്ളി നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്ഥലം ചോദിച്ചപ്പോഴേ ഇവർ കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലമൊന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല. കാരണം സ്ഥലം പറഞ്ഞു കൊടുത്താലുള്ള അവസ്ഥ അറിയാമല്ലോ. കാരണം നമ്മുടെ മീനൊക്കെ പിടിക്കാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് പയ്യന്മാരൊക്കെ ഉണ്ട്. ആ സ്പോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പയ്യന്മാരൊക്കെ അവിടെ പോയി മീൻ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യത ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവേ നമ്മുടെ ഏരിയയിൽ, വിഴിഞ്ഞ ഹാർബർ ഏരിയയിലൊന്നും ഈ മീൻ പിടിക്കുന്ന പയ്യന്മാർക്ക് വലുതായിട്ട് മീനുകളൊന്നും കിട്ടുന്നില്ല. 2 മാസത്തിന് മുൻപ് വരെ ഇഷ്ടംപോലെ പയ്യന്മാരായിരുന്നു നമ്മുടെ വിഴിഞ്ഞത്ത് മീൻ പിടിക്കാനായിട്ട് ഈ സൈഡിലൊക്കെ ഇരുന്ന്, വാർഫിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ ഫെബ്രുവരി 19 പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല. കാരണം നേരത്തെ വന്ന് മീൻ പിടിക്കാനായിട്ട് നോക്കുന്ന പയ്യന്മാർക്ക് മീനുകൾ കിട്ടാത്തത് കാരണം ഇപ്പോൾ ആരും തന്നെ ഇവിടെ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇവർക്കുള്ളത് ഒരു 3 മാല് നിറയെ മീനുണ്ട് കേട്ടോ. ഈ കാണുന്ന മീനൊക്കെ വലിയ സൈസ് മീനാണ്. അവർ പ്രത്യേകിച്ച് ഒരു മാലിലാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിന് മുൻപ് 2-3 ദിവസത്തിന് മുമ്പ് ഇവരിതുപോലെ തന്നെയാണ് 2-3 മാല് നിറയെ ഈ സ്ലോപ്പിയ മീനൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ അതിന്ന് നമ്മുടെ ഒരു ചേട്ടൻ ഒരു മീനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ക്യാഷ് പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ്. നേരത്തേക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇതുപോലെ കായൽ മീൻ ഒന്നും വലുതായിട്ടൊന്നും ലേലത്തിൽ കൊടുക്കത്തില്ല. പക്ഷേ ഇപ്പോൾ മീനുകൾ കുറവായത് കാരണമാണ് ഇതുപോലെ ഏത് മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വില തന്നെയാണ്. എല്ലാവരും മോഹിച്ചൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. സ്ലോപ്പിയ എന്ന് പറഞ്ഞിട്ട് ആരും വാങ്ങാതിരിക്കുന്നില്ല. സാധാരണ കര സൈഡിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഈ സ്ലോപ്പിയ മീനൊക്കെ വാങ്ങുന്നത്. നമ്മുടെ ഇവിടെ കടപ്പുറത്തുകാരൊക്കെ കൂടുതലായിട്ട് സ്ലോപ്പിയ മീനൊന്നും കഴിക്കത്തില്ല. ഓക്കെ എന്നാൽ അപ്പോൾ ഇത് ഫെബ്രുവരി 20 കാഴ്ചയാണ്.